എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നടന്ന USS പരീക്ഷ 2025 ഫെബ്രുവരി 27 നടന്ന USS പരീക്ഷയുടെ ആൻസറുകൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഈ ചിഹ്നം ഏതിനെ സൂചിപ്പിക്കുന്നു? ഇത് കോട്ട എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാപ്പിൽ നിന്ന്, എലമെന്റ്സ് ഓഫ് മാപ്പിൽ നിന്നുള്ള ചോദ്യം ഉറപ്പായിട്ടും ചോദിക്കും. അതിലെ സിമ്പിൾസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പരീക്ഷയുടെ തൊട്ട് തലേന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഭേദഗതികൾ. യൂണിറ്റ് 3യുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതിൽ യൂണിറ്റ് 3യിൽ നിന്ന് ഭരണഘടനാ ഭേദഗതി ചോദിച്ചിട്ടുണ്ടായിരുന്നു. 1951 കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെടാത്തത്. ഈ വാക്കുകൾ നോക്കുക: ബാലവേല, ബാലനീതി. അപ്പൊ ഇത് രണ്ടും കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടുന്ന പോക്സോ ആക്ട് കുട്ടികളുമായി ബന്ധപ്പെട്ട് നമ്മൾ വർഷം ഉൾപ്പെടെ പഠിച്ചതാണ്. പിന്നെ അഴിമതി നിരോധന നിയമം മാത്രമേ ഉത്തരമായിട്ടുള്ളൂ. അങ്ങനെ ആ ഉത്തരത്തിലേക്ക് എത്താം. 54 ഒരു പക്ഷേ ഒരല്പം ബുദ്ധിമുട്ട് കാണും. എന്റെ സത്യാന്വേഷണ പരീക്ഷ അത് ഗാന്ധിജിയാണെന്നറിയാം. എല്ലാ ഓപ്ഷനിലും A4 കിട്ടുന്നു. അപ്പൊ എയും ബിയും നമുക്ക് ഓപ്ഷൻ 50-50 ചാൻസ് ഉണ്ട്. ലോങ് വാക്ക് ടു ഫ്രീഡം നമ്മൾ പഠിച്ച പുസ്തകത്തിൽ അത് നെൽസൺ മണ്ടേലയാണ്. B3 ആ ഓപ്ഷനും B3 ആണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ആ ചാൻസ് ഉള്ളൂ. പ്ലേയിങ് ഇറ്റ് മൈ വേ നമ്മുടെ പുസ്തകത്തില് സച്ചിന്റെ ഭാഗമാണെന്ന് പറയുന്നുണ്ടോ അറിയില്ല. അത് രണ്ടും ആൻ ഓട്ടോബയോഗ്രഫി ഒരു പക്ഷേ കുട്ടികൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും നെഹ്റുവിനെ കുറിച്ച്. പ്ലേയിങ് ഇറ്റ് മൈ വേ സച്ചിനുമായിട്ട് ബന്ധപ്പെട്ടത് പഠിക്കാനുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. അപ്പോ ആൻസർ ഇങ്ങനെയാണ്. ആൻസർ A ആണ്. പ്ലേയിങ് ഇറ്റ് മൈ വേ സച്ചിനാണ്. സച്ചിൻ എന്ന വാക്ക് കേൾക്കുമ്പോഴേ അറിയാം അദ്ദേഹം ഒരു ക്രിക്കറ്റർ ആണെന്ന് അറിയാം. അത് വെച്ച് പ്ലേ എന്നുള്ള വാക്ക് കണ്ടുപിടിച്ച് ചിന്തിക്കുന്ന കുട്ടിക്കാണെങ്കിലും ആ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. സ്വാഭിമാന പ്രസ്ഥാനം നമ്മുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് പെരിയാർ EV രാമസ്വാമി നായ്ക്കറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കൂട്ടത്തിൽ ചേരാത്തത്, ഇത് ആഴ്വാർമാർ എന്ന് പറയുന്ന ടോപ്പിക്ക് അതേപോലെ വരുന്നതാണ്. പെരിയാൾവർ, നമ്മാൾവർ, ആണ്ടാൾ ഇവരെല്ലാം ഒരു ഗ്രൂപ്പിൽ വരുന്നത്. ഗ്രൂപ്പിൽ പെടാത്തത് സംബന്ധർ ആണ്. നമ്മുടെ വാഹനത്തിൽ GPS ആണ്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നത്. GPS സംവിധാനങ്ങൾ സ്കൂൾ ബസ്സിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് കേട്ടിട്ടുണ്ടായിരിക്കും. ബഹുമുഖ ദാരിദ്ര്യ സൂചിക നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളതിലുണ്ടായിരുന്നു. അതില് ജീവിത നിലവാരം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ 3 ഘടകങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. മൻസബ്ദാരി സമ്പ്രദായത്തില് ഓപ്ഷൻ A13 നമുക്ക് ചോയ്സിൽ നിന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ്. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ ആണ്. അത് ബജറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫെബ്രുവരിയിലെ കറന്റ് അഫയർ ചോദ്യങ്ങളിൽ പഠിച്ചിട്ടുള്ള ഒരു ഭാഗമായിരുന്നു. ബാഗ് ഗുഹാചിത്രങ്ങൾ കാണപ്പെടുന്നത് മധ്യപ്രദേശിലാണ്. പരോക്ഷ നികുതിക്ക് ഉദാഹരണം വിൽപ്പന നികുതിയാണ്. അന്തരീക്ഷ വായുവിൽ നൈട്രജൻ, ഈ ചോദ്യവും നമ്മൾ തൊട്ട് മുമ്പത്തെ ദിവസം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ബസവണ്ണ, ഗുരുനാനാക്ക്, ഇതൊക്കെ ആദ്യത്തെ ടോപ്പിക്കുകൾ റീസെന്റ് ആയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമായിരുന്നു അത്. ആൻസറുകൾ മാത്രം ഒന്ന് നോക്കുക, സ്പീഡിൽ നോക്കിയേക്കുക. നിങ്ങൾക്ക് ഉത്തരങ്ങൾ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ നിന്ന് നോക്കാം. ടോട്ടൽ എത്ര മാർക്ക് കൂട്ടിയെടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങൾ കൂടി നോക്കുക, ഉറപ്പാക്കുക.